ഹലോ എവറി വൺ. അപ്പം നമ്മുടെ ടൈം ടേബിളൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നിങ്ങൾ ടൈം ടേബിളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 9-ാം തീയതി മൺഡേ ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, നമ്മുടെ മൺഡേ തൊട്ടാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം ആഫ്റ്റർനൂൺ ആണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:30 മുതലായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ലാംഗ്വേജ് ആണ് കേട്ടോ, പാർട്ട് 2 ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മലയാളം ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തിട്ട് ഏത് ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും പാർട്ട് 2 ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം എക്സാം ഉണ്ടാവുക. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് ആ കൂടെ തന്നെ. ഓക്കെ, ഇനി 10-ാം തീയതി തൊട്ടടുത്ത ദിവസം നമുക്ക് എക്സാം വരുന്നത് പാർട്ട് 1 ആണ്. പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പാർട്ട് 1 ഇംഗ്ലീഷ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. അതും ആഫ്റ്റർനൂൺ തന്നെയാണ്. അതിനുശേഷം നമുക്ക് 11-ാം തീയതി വെനസ്ഡേ നമ്മുടെ എക്സാം വരുന്നത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്റ്റുകളാണ്. അപ്പം നിങ്ങൾ സയൻസുകാരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പം പാർട്ട് 2 ലാംഗ്വേജിന് ശേഷം പാർട്ട് 1 ലാംഗ്വേജ് ആണ്. ദെൻ നിങ്ങൾക്ക് വരുന്നത് കെമിസ്ട്രി ആണ് കേട്ടോ. കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് എക്സാം ആയിട്ട് വരിക. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ. ദെൻ നമുക്ക് വരുന്നത് 12-ാം തീയതിയാണ് എക്സാം. 12-ാം തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സയൻസുകാരെ സംബന്ധിച്ച്, മാത്സ് ആണ് അല്ലെ? അപ്പോൾ അവിടെ ഗ്യാപ്പ് ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാം ആണ്. ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത്. അപ്പം ഫസ്റ്റ് ലാംഗ്വേജുകൾ കഴിഞ്ഞു, പിന്നെ കെമിസ്ട്രി ആണ്, പിന്നെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ മാത്സ് ആണ് വരുന്നത്. അപ്പം മാത്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ കെമിസ്ട്രിക്കും അതുപോലെ തന്നെ മാത്സിനും. ഓക്കെ, ദെൻ ആ കൂടെ നമ്മുടെ മാത്സിന്റെ കൂടെ തന്നെ നമ്മുടെ പാർട്ട് 3 ലാംഗ്വേജസും അതുപോലെ തന്നെ സംസ്കൃത്, ശാസ്ത്ര, സൈക്കോളജി ആണ് വരുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുക. ദെൻ നമ്മൾ ഫ്രൈഡേ നമ്മൾ 13-ാം തീയതിയാണ്. അന്ന് ആഫ്റ്റർനൂൺ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്. ബാക്കി എല്ലാ ദിവസവും അറിയാം നിങ്ങൾക്ക് 1:30-ക്കാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അന്ന് 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എക്കണോമിക്സും ഇലക്ട്രോണിക് സിസ്റ്റംസും ആണ് എക്സാം. അപ്പം നമ്മുടെ കൊമേഴ്സുകാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിക്കാർക്കും ഒക്കെ എക്കണോമിക്സ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ സയൻസുകാർക്ക് അന്ന് എക്സാം ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ അവർക്ക് എക്സാം ഇല്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സാം വരുന്നത് ഫിസിക്സ് ആണ് വരുന്നത്. അത് 18-ാം തീയതിയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ തന്നെ കെമിസ്ട്രിക്കും മാത്സിനും സമയം കണ്ടെത്തുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ഒത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 13-ാം തീയതി ഫ്രൈഡേ വരുന്നത് എക്കണോമിക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസും ആണ്. 16-ാം തീയതി മൺഡേ. ഓക്കെ, 16-ാം തീയതി മൺഡേ നമ്മുടെ ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി ആണ് മൺഡേ എക്സാം വരുന്നത്. അപ്പോൾ 2 ദിവസം, അതായത് നമ്മുടെ ഫ്രൈഡേ ശേഷം നമുക്കറിയാം 14-ാം തീയതിയും 15-ാം തീയതിയും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഫ്റ്റർനൂൺ എക്സാം വരുന്നത്. അപ്പോൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് അവിടെ നമ്മുടെ അക്കൗണ്ടൻസി വരുന്നുണ്ട്. ഓക്കെ, ഇനി 17-ാം തീയതി തൊട്ടടുത്ത ദിവസം നമുക്ക് എക്സാം ഉണ്ട്. നമ്മുടെ ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയുമാണ് എക്സാം വരുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ബയോളജി സയൻസുകാരാണെന്നുണ്ടെങ്കിൽ ബയോളജി ആയിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് നെക്സ്റ്റ് എക്സാം വരുന്നത്. അപ്പം മാത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി, 16-ാം തീയതി ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം വരുന്നത്. ഓക്കെ, 17-ാം തീയതിയാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ദിവസം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് നോക്കാനുള്ള സമയമുണ്ട് അല്ലേ? ഫിസിക്സും നോക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞു പോയല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ഗ്യാപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിസിക്സും പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനോടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 18-ാം തീയതിയിലോട്ട് വരുമ്പോൾ വെനസ്ഡേ ആണ്. അന്ന് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സും സോഷ്യോളജി, ആന്ത്രപ്പോളജി ആണ്. ഓക്കെ, അപ്പം നമ്മളെ സയൻസുകാരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫിസിക്സ് ആണ് അന്ന് വരുന്നത് അല്ലേ? അപ്പം സയൻസുകാർ, നമ്മുടെ ബയോളജി സയൻസുകാരാണെന്നുണ്ടെങ്കിൽ എക്സാം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സാം ഉള്ളത് 18-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സമയം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫിസിക്സിനും ബയോളജിക്കും വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ ഗ്യാപ്പ് ഇല്ലാതെയാണ് നെക്സ്റ്റ് ഡേ നമുക്ക് ബയോളജി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം എന്ത് ചെയ്യുക, 13-ാം തീയതി മുതൽ നമുക്ക് 17-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ള സമയമുണ്ട്, നമ്മുടെ ഫിസിക്സും ബയോളജിയും പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അതിൻ്റെ ടൈം പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് 19-ാം തീയതിയാണ്, അന്നാണ് നമ്മുടെ എക്സാം എൻഡ് ചെയ്യുന്നത്. നമ്മുടെ
ബയോളജി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ്, സാഹിത്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഈ സബ്ജക്റ്റുകളാണ് നമ്മുടെ 19-ാം തീയതി എക്സാം വരുന്നത്. അത് ഉച്ച കഴിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം ബയോളജി സയൻസുകാരെ സംബന്ധിച്ച് നമ്മുടെ ബയോളജിയാണ് എക്സാം. അപ്പോൾ ബോട്ടണിയും സുവോളജിയും ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ടൈം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക, ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനൊക്കെ മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട. ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.